നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസ് ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചാപ്റ്റർ ചരിത്രത്തിലേക്ക്, അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചാപ്റ്റർ തുടങ്ങുന്ന ഭാഗത്ത് തന്നെ ഒരു വിദ്യാലയത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ളൊരു സ്കൂളിലായിരിക്കുമല്ലോ നിങ്ങളും പഠിക്കുന്നുണ്ടാവുക അല്ലേ? അപ്പോൾ നിങ്ങളുടെ സ്കൂളിനെ കുറിച്ച് അല്ലെങ്കിൽ വിദ്യാലയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയുമായിരിക്കും. നിങ്ങളുടെ പ്രഥമ അധ്യാപികയുടെ അല്ലെങ്കിൽ അധ്യാപകൻ്റെ പേര്, നിങ്ങളുടെ സ്കൂളിൽ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്, എത്ര ടീച്ചർമാരുണ്ട്, അവരുടെ പേരെന്തൊക്കെയാണ്, അതുപോലെ നിങ്ങളുടെ സ്കൂളിലെ ലൈബ്രറി, അവിടെ എന്തൊക്കെ തരം പുസ്തകങ്ങളുണ്ട്, നിങ്ങളുടെ സ്കൂളിൽ ലാബ് സൗകര്യമുണ്ടോ, അതുപോലെ കമ്പ്യൂട്ടർ ലാബ് ഉണ്ടോ, അപ്പോൾ ആ സൗകര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. പിന്നെ നിങ്ങളുടെ സ്കൂളിലൊരു കളിസ്ഥലമുണ്ടോ, ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടോ, അതുപോലെ എത്ര കെട്ടിടങ്ങളാണ് നിങ്ങളുടെ സ്കൂളിലുള്ളത്, പിന്നെ നിങ്ങളുടെ വിദ്യാലയം സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതാണ്, ഏത് ജില്ലയിലാണ്, ഏത് താലൂക്കിലാണ്, ഏത് വില്ലേജിലാണ്, അതിൻ്റെ സർവേ നമ്പർ എത്രയാണ്, അതുപോലെ പഞ്ചായത്തിലാണോ മുനിസിപ്പാലിറ്റിയിലാണോ അതോ കോർപ്പറേഷനിലാണോ, ഇങ്ങനെയൊക്കെയുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും അല്ലേ? കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീട്ടിലുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി എഴുതാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് കണ്ടെത്താം രചിക്കാം എന്നുള്ള ഹെഡിങ്ങിലാണ്. അതായത് വിദ്യാലയത്തിൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി. ഇപ്പം നിങ്ങൾ പഠിക്കുന്ന ആ ഒരു വിദ്യാലയം എന്ന് പറയുന്നത് ഒരുപാട് വർഷത്തെ പഴക്കമുള്ള ഒരു സ്ഥാപനമായിരിക്കും. അപ്പോൾ എന്തൊക്കെ വിവരങ്ങളാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ആ വിദ്യാലയം ആരംഭിച്ചിട്ടുള്ള വർഷം, അതുപോലെ മുൻകാല അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ ആരൊക്കെയാണെന്ന്, പിന്നെ ആരംഭകാലത്തുണ്ടായിരുന്ന കെട്ടിടങ്ങളൊക്കെ മാറി പുതിയ കെട്ടിടങ്ങളായിട്ടുണ്ടാവും. അപ്പോൾ ആദ്യ കാലത്ത് എങ്ങനെയായിരുന്നു അവിടെ കെട്ടിടങ്ങൾ ഉണ്ടായിട്ടുള്ളത്, പിന്നീട് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇനി ഈ വിവരങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇതിൽ ചിലതെല്ലാം നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ കഴിയും. എങ്ങനെയൊക്കെയാണ് അത് കണ്ടുപിടിക്കുക? വിദ്യാലയത്തിൻ്റെ പേരെഴുതിയ ബോർഡ്, അതിൽ ചിലപ്പോൾ നിങ്ങളുടെ വിദ്യാലയം ആരംഭിച്ചിട്ടുള്ള വർഷവും എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പം നമുക്ക് വിദ്യാലയത്തിൻ്റെ പേര്, അത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വർഷം, അതൊക്കെ കിട്ടും. പിന്നെ നിങ്ങളുടെ പഴയ സ്കൂൾ ഡയറിയിൽ നിന്ന് കുറേ വിവരങ്ങളൊക്കെ കിട്ടും. പിന്നെ പഴയ ഹാജർ പുസ്തകങ്ങളുണ്ടാവും, എല്ലാവരുടെയും അറ്റൻഡൻസ് ഒക്കെ രേഖപ്പെടുത്തുന്ന ഹാജർ പുസ്തകങ്ങളുണ്ടാവും. അതുപോലെ അഡ്മിഷൻ രജിസ്റ്ററൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൂർവ്വ വിദ്യാർത്ഥികളെക്കുറിച്ചും അവർ പഠിച്ചിരുന്ന വർഷത്തെക്കുറിച്ചും ഒക്കെയുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടും. ഇനി ഇതൊന്നും കൂടാതെ ഇതൊക്കെ എഴുതി വയ്ക്കപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ? ഇപ്പോൾ വിദ്യാലയത്തിൻ്റെ പേര് എഴുതിയ ബോർഡ്, അത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ സ്കൂൾ ഡയറിയിലുള്ള കാര്യങ്ങൾ അത് എഴുതി വെച്ചിട്ടുള്ളതാണ്. ഇനി വാർഷിക സുവനീറിലുള്ളത് അതും എഴുതി വെച്ചിട്ടുള്ളതാണ്. അഡ്മിഷൻ രജിസ്റ്ററും എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഈ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളല്ലാതെയും നമുക്ക് കുറേ വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിയും അല്ലേ? അതെങ്ങനെയാണ്? ഇപ്പോൾ സ്കൂളിൻ്റെ സമീപത്തൊക്കെ ഒരുപാട് പ്രായമായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ സ്കൂളിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ, അതായത് പണ്ട് കാലത്ത് ഉണ്ടായിട്ടുള്ള ബിൽഡിംഗ് എങ്ങനെയാണ്, അവിടെ പഠിച്ചിരുന്നവർ അല്ലെങ്കിൽ അവിടെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരെക്കുറിച്ച് ഒക്കെയുള്ള വിവരങ്ങൾ അവർക്ക് തരാൻ കഴിയും. അതുപോലെ തന്നെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ, അതായത് പണ്ട് അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ, PTA പ്രതിനിധികൾ, ഇവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിൻ്റെ പൂർവ്വകാല ചരിത്രത്തെക്കുറിച്ച് അറിയാൻ കഴിയും. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ശേഖരിച്ചിട്ടുള്ള വിവരങ്ങളും അതുപോലെ തന്നെ സ്കൂളിൻ്റെയൊക്കെ പഴയ ചിത്രങ്ങൾ, ഫോട്ടോ ഒക്കെ ലഭ്യമാണെങ്കിൽ അതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് നമുക്ക് എൻ്റെ വിദ്യാലയ ചരിത്രം എന്ന് പറയുന്ന രീതിയിൽ ഒരു പുസ്തകം തയ്യാറാക്കാൻ കഴിയും. അപ്പോൾ ഈ പുസ്തകം ഇങ്ങനെ തയ്യാറാക്കുക എന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മുടെ വിദ്യാലയത്തിൻ്റെ ചരിത്രം എഴുതുക. അപ്പോൾ നമ്മൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയാണ് ചരിത്രരേഖകൾ എഴുതപ്പെടുന്നത് എന്നത്.
അപ്പോൾ എങ്ങനെയാണ് ഒരു ചരിത്രരേഖ ഉണ്ടാവുന്നത്? ചരിത്രം എഴുതപ്പെടുന്നത് ഇതുപോലെ തന്നെ പല പുരാതനമായിട്ടുള്ള വസ്തുക്കൾ, ഫോട്ടോകൾ, അതുപോലെ എഴുതി വയ്ക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇവയിൽ നിന്നൊക്കെയുള്ള വസ്തുതകൾ ശേഖരിക്കും. അതുപോലെ തന്നെ കേട്ടറിവുകളും അവയുടെ ഭാഗമാണ്. അപ്പോൾ ഇവയൊക്കെ വിളിക്കുന്ന പേര് ചരിത്ര സ്രോതസ്സുകൾ എന്നാണ്. ഇത് സ്കൂളിന് മാത്രമല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാലയത്തിന് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന് ഇതുപോലെ ചരിത്രമുണ്ട്. നമ്മൾ താമസിക്കുന്ന ഗ്രാമങ്ങൾക്ക്, പട്ടണങ്ങൾക്ക്, രാജ്യത്തിന്, ഇവയ്ക്കെല്ലാം ഒരു ചരിത്രമുണ്ട്. അപ്പോൾ ഈ ചരിത്രത്തിലൂടെ നമുക്ക് ഓരോ കാലത്തെയും മനുഷ്യരുടെ ജീവിത രീതി, അവരുടെ വസ്ത്രധാരണ രീതി എങ്ങനെയായിരുന്നു, ആ കാലത്തെ വീടുകൾ എങ്ങനെയായിരുന്നു, തൊഴിൽ എന്തൊക്കെയായിരുന്നു, ഭരണരീതി എങ്ങനെയായിരുന്നു എന്നിവയെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇങ്ങനെ ഈ വിവരങ്ങൾ ലഭിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മളിങ്ങനെ പഴയ കാലത്തുള്ള മനുഷ്യരുടെ ഭക്ഷണ രീതിയും പാർപ്പിട രീതിയും വസ്ത്രധാരണ രീതിയും ഒക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവയെക്കുറിച്ച് പഠിക്കുന്നത്? അത് നമുക്ക് ഓരോ കാലഘട്ടത്തിലും മനുഷ്യൻ എന്തൊക്കെ പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ സഹായിക്കും. അതായത് മനുഷ്യൻ കാലങ്ങളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ പുരോഗതിയുടെ രേഖപ്പെടുത്തലിനെയാണ് ചരിത്രം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ വിദ്യാലയത്തിൻ്റെ ചരിത്രം ഉണ്ടാക്കിയല്ലോ അല്ലേ? ചരിത്രരചനയ്ക്ക് നമുക്ക് എഴുതപ്പെട്ട രേഖകളാണ് നമ്മൾ കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത്. അറ്റൻഡൻസ് രജിസ്റ്റർ, അതുപോലെ വാർഷിക സുവനീർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് എഴുതപ്പെട്ടിട്ടുള്ള രേഖകളാണ് കൂടുതലും ഉപയോഗിച്ചത്. എന്നാൽ ഈ ഒരു പുതിയ കാലത്തെ ഒരു വിദ്യാലയം, അല്ലെങ്കിൽ എഴുത്ത് വിദ്യ ആരംഭിച്ചതിന് ശേഷമാണല്ലോ നിങ്ങളുടെ വിദ്യാലയം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം എഴുതപ്പെട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ എഴുത്ത് വിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് എങ്ങനെയാണ് അറിയാൻ കഴിയുക? അപ്പോൾ അതിന് എന്തൊക്കെ സ്രോതസ്സുകളാണ് നമ്മെ സഹായിക്കുന്നത്? അതിന് സഹായിക്കുന്നത് കൂടുതലായിട്ടും അന്നത്തെ കാലത്തെ മനുഷ്യർ നിർമ്മിച്ചതും അതുപോലെ തന്നെ ഉപയോഗിച്ചതുമായിട്ടുള്ള വസ്തുക്കളുടെ ശേഷിപ്പുകളാണ്. അതായത് കുറേ ഭാഗമൊക്കെ നശിച്ചു പോയിട്ടുണ്ടാവും, എന്നാലും എവിടെയെങ്കിലും ചില ശേഷിപ്പുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ അവശേഷിച്ചിട്ടുള്ള, ഇപ്പോൾ ചിലപ്പോൾ അതൊരു പാത്രത്തിൻ്റെ ഒരു പകുതി ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ വേറെ അവരുപയോഗിച്ചിട്ടുള്ള പാത്രങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ നാണയങ്ങളായിരിക്കാം, അതുമല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവരുപയോഗിച്ചിരുന്ന വസ്തുക്കളുടെ ഒരു ചെറിയ ഭാഗം കിട്ടിയാൽ പോലും നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാൻ കഴിയും. അപ്പോൾ ആ കാലഘട്ടത്തെക്കുറിച്ച് അറിയാൻ നമ്മളെ സഹായിക്കുന്നത് അന്നത്തെ കാലത്തെ മനുഷ്യർ നിർമ്മിച്ചതും ഉപയോഗിച്ചതുമായിട്ടുള്ള വസ്തുക്കളുടെ ശേഷിപ്പുകളാണ്. ഇങ്ങനെ ഈ എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തെ നമ്മൾ ചരിത്രാതീത കാലം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിനുള്ള മുമ്പുള്ള കാലഘട്ടം? ചരിത്രാതീത കാലം എന്ന് അറിയപ്പെടുന്നു. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചരിത്രാതീത കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കല്ലുപകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണാൻ കഴിയും. ഇതിനെക്കുറിച്ച് നമ്മൾ വരുന്ന ഭാഗങ്ങളിൽ വിശദമായിട്ട് പഠിക്കും. ഇപ്പം നോക്കിയാൽ തന്നെ കാണാൻ കഴിയും പ്രകൃതിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കല്ലുകൾ. അത് ഈ ചരിത്രാതീത കാലത്ത് മനുഷ്യർ ആയുധങ്ങളായിട്ടും മറ്റും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നവയാണ്. അത്തരം കല്ലുപകരണങ്ങളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഭീംബേട്കയിലെ ഗുഹാചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ ഭീംബേട്ക എന്ന് പറയുന്നത് മധ്യപ്രദേശിലാണ് ഭീംബേട്ക സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ ഗുഹാചിത്രങ്ങളാണ് ഇവയെല്ലാം. അതായത് ഏകദേശം 9000 വർഷത്തോളം പഴക്കമുള്ളവയാണ് ഈ ഗുഹാചിത്രങ്ങൾ എന്നാണ് കരുതപ്പെടുന്നത്. ഈ ഗുഹാചിത്രങ്ങളും അതുപോലെ തന്നെ ഈ കല്ലുപകരണങ്ങളുമെല്ലാം തന്നെ ചരിത്രാതീത കാലത്ത് ഉപയോഗിച്ചിട്ടുള്ളവയാണ്. എന്നാൽ ചരിത്രകാലത്ത് ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കളെയും താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ പുസ്തകങ്ങളുണ്ട്, താളിയോലകൾ, അതുപോലെ പഴയ കാലത്തെ നാണയങ്ങൾ, ശിലാലിഖിതങ്ങൾ, ഇവയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചരിത്രാതീത കാലത്തെ സ്രോതസ്സുകളോടൊപ്പം തന്നെ ഈ ചരിത്രകാലത്തെ സ്രോതസ്സുകളും നമ്മെ ചരിത്രം എഴുതുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പഴയ കാലത്തുള്ള താളിയോലകളിൽ എഴുതി വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ പുസ്തകങ്ങളിലുള്ളവ, പഴയ കാലത്തെ നാണയങ്ങൾ, അതുപോലെ ശിലകളിൽ കൊത്തിവെച്ചിട്ടുള്ളവ, ഇവയെല്ലാം തന്നെ ചരിത്രരചനയെ സഹായിക്കുന്നവയാണ്.
അപ്പോൾ എഴുതപ്പെടാത്ത കാലത്തെ, അതായത് എഴുതപ്പെട്ട രേഖകളില്ലാത്ത കാലത്തെ നമ്മൾ ചരിത്രാതീത കാലം എന്നാണ് വിളിക്കുന്നതെങ്കിൽ എഴുതപ്പെട്ട രേഖകളുള്ള കാലം ചരിത്രകാലം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ചരിത്രകാലവും ചരിത്രാതീത കാലവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? എഴുതപ്പെട്ട രേഖകളുള്ള കാലം ചരിത്രകാലവും എഴുതപ്പെട്ട രേഖകളില്ലാത്ത ഒരു കാലഘട്ടം അതാണ് ചരിത്രാതീത കാലം. നിങ്ങളെല്ലാവരും മ്യൂസിയം കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഇനി അഥവാ കണ്ടിട്ടില്ലെങ്കിലും അതിനെക്കുറിച്ച് കേൾക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വായിക്കുകയോ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ എന്താണ് മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ കഴിയുക? കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യരുപയോഗിച്ചിട്ടുള്ള വസ്തുക്കളോ അല്ലെങ്കിൽ അവയുടെ ശേഷിപ്പുകളോ ആണ് മ്യൂസിയത്തിൽ സൂക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് അങ്ങനെ കഴിഞ്ഞ കാലത്തെ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരുപയോഗിച്ചിട്ടുള്ള വസ്തുക്കളോ ശേഷിപ്പുകളോ ഒക്കെ അവിടെ സൂക്ഷിക്കുന്നത്? അത്തരം വസ്തുക്കളിലൂടെയാണ് നമുക്ക് ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവയെ സംരക്ഷിക്കുന്നത്. അതായത് കഴിഞ്ഞ കാലത്തുള്ള മനുഷ്യരുടെ, ആ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന വിലപ്പെട്ട ചരിത്ര സ്രോതസ്സുകളായതുകൊണ്ടാണ് നമ്മൾ അവയെ മ്യൂസിയത്തിൽ സൂക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരം വസ്തുക്കൾ മാത്രമേ സൂക്ഷിക്കാറുള്ളൂ? അല്ല അല്ലേ? അവ കൂടാതെ കോട്ടകളും കെട്ടിടങ്ങളും സ്മാരകങ്ങളും എല്ലാം നമ്മൾ സംരക്ഷിക്കാറുണ്ട്. അതായത് ചരിത്രത്തിന് രചനയ്ക്ക് സഹായകമാകുന്നവയായതുകൊണ്ട് തന്നെ ഇത്തരം കോട്ടകളും കെട്ടിടങ്ങളും സ്മാരകങ്ങളും ഒക്കെ നമ്മൾ സംരക്ഷിക്കാറുണ്ട്. അത്തരത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു കോട്ട നമ്മുടെ പുസ്തകത്തിൽ ഒരു ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. പാലക്കാടുള്ള കോട്ടയാണ്. പാലക്കാട് പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന കോട്ട. ഇതിന് ഏകദേശം 200 വർഷത്തിലധികം പഴക്കമുള്ളതായിട്ട് കണക്കാക്കുന്നു. ഇനി നമ്മുടെ പാഠപുസ്തകത്തിൽ 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് പണ്ട് കാലത്ത് കേരളത്തിൽ നിന്നിരുന്ന ശവസംസ്കാര സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്മാരകങ്ങളുടെ ചിത്രങ്ങളാണ് അവ. അതായത് ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് അവർ മൃതശരീരങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്, അത് കുഴിച്ചിടാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങളും ഒക്കെയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അവയുടെ പേരുകൾ ഇങ്ങനെയാണ്. അതിലാദ്യത്തേത് കുടക്കല്ല് എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്തേത് മുനിയറ. മൂന്നാമത്തേത് നന്നങ്ങാടി. ഇവയൊക്കെയും പ്രാചീന കാലത്തെ കേരളത്തിൽ നിലനിന്നിരുന്ന ശവസംസ്കാര സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്മാരകങ്ങളാണ്. ഇനി ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്നും അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുവട്ടത്തു നിന്നുമൊക്കെ കിട്ടാൻ സാധ്യതയുള്ള കുറേ ചരിത്ര ശേഷിപ്പുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിദ്യാലയത്തിൽ തന്നെ ഒരു ചരിത്ര മ്യൂസിയം തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു മ്യൂസിയം തയ്യാറാക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ ശേഖരിക്കേണ്ടത്? കുറേ നാണയങ്ങൾ, പഴയ കാലത്തെ നാണയങ്ങൾ കേട്ടോ, ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നതല്ല, അതും നമുക്ക് എടുത്തു വയ്ക്കാവുന്നതാണ്. പക്ഷേ പണ്ട് കാലത്ത്, അതായത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലും അതിനു മുമ്പും ഒക്കെ ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ ലഭ്യമായിരിക്കും. അത്തരം നാണയങ്ങൾ, താളിയോലകളിൽ പണ്ട് പുസ്തകരചന ഉണ്ടായിരുന്നത് താളിയോലകളിലായിരുന്നു. അപ്പോൾ ആ താളിയോലകൾ, പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന വിളക്കുകൾ, പഴയ കാലത്തെ വിവിധ തരം പാത്രങ്ങൾ, കാർഷികോപകരണങ്ങൾ, വീട്ടുപകരണങ്ങൾ, ഇവയെല്ലാം എടുത്തു വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു മ്യൂസിയം തയ്യാറാക്കാൻ കഴിയും. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു കലപ്പ, ചർക്ക, പിന്നെ കിണ്ടി എന്ന് പറയുന്ന അതായത് വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു പാത്രം, പിന്നെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന വിശറി. അന്നത്തെ കാലത്ത് ഫാനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ ആളുകൾ വിശറിയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ വീശുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു തരം വിളക്ക്, റാന്തൽ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു വിളക്ക്, ഇവയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സാധനങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലോ വീട്ടിൻ്റെ പരിസരത്തോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഒരു മ്യൂസിയം ഉണ്ടാക്കാൻ കഴിയും. നമ്മൾ പലപ്പോഴും പല സന്ദർഭങ്ങളെയും കുറിച്ച് പറയുമ്പോൾ വർഷം ഉപയോഗിക്കാറുണ്ടല്ലോ അല്ലേ? അതായത് നമ്മുടെ ബർത്ത് ഇയർ, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ള വർഷം, നമ്മുടെ സംസ്ഥാനം നിലവിൽ വന്നിട്ടുള്ള വർഷം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന വർഷം, വാസ്കോഡ ഗാമ കേരളത്തിൽ വന്ന വർഷം, ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ നമുക്ക് വർഷം അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലേ? അപ്പോൾ ഈ ഒരു ഇങ്ങനെ ഈ വർഷത്തെ കണക്കാക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന്
ലോകത്ത് നമ്മൾ പൊതുവായിട്ട് കാലഗണനയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ക്രിസ്തു വർഷമാണ്. അതായത് ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലം AD എന്നും ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലം BC എന്നും രണ്ടായിട്ട് തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. AD BC, അതായത് ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലം AD അഥവാ അന്നോ ഡൊമിനി എന്നും ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലം ബിഫോർ ക്രൈസ്റ്റ് എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ അന്നോ ഡൊമിനി എന്ന് പറയുന്ന പദത്തിന് ലാറ്റിൻ ഭാഷയിലുള്ള അർത്ഥം ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ്സ് ബർത്ത് എന്നാണ്. അതായത് യേശു ക്രിസ്തുവിൻ്റെ ജനനവർഷത്തിൽ എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഈ AD അല്ലെങ്കിൽ അന്നോ ഡൊമിനി ബിഫോർ ക്രൈസ്റ്റ് BC ഇവയ്ക്ക് പകരമായിട്ട് ഇപ്പോഴ് CE കോമൺ എറ, അതായത് AD എന്നതിന് കോമൺ എറ എന്നും അതുപോലെ BC എന്നതിന് BCE ബിഫോർ കോമൺ എറ എന്നും ഉപയോഗിക്കാറുണ്ട്. ഇനി നമുക്കൊരു കലണ്ടർ എടുത്ത് നോക്കാം. അപ്പോൾ ഒരു കലണ്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഏതൊക്കെ വർഷക്രമങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക? ക്രിസ്തുവർഷം കാണാം, കൊല്ലവർഷം കാണാം, ഹിജ്റ വർഷം, തമിഴ് വർഷം, ഇവയൊക്കെയും ഒരു കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ നൂറ്റാണ്ടുകൾ കണക്കാക്കാറുണ്ട് അല്ലേ? ഇപ്പോൾ നമ്മളെപ്പോഴും എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ 21-ാം നൂറ്റാണ്ടിലെ ഇത്തരം കാര്യങ്ങൾ എന്നൊക്കെ പറയാറില്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് 21-ാം നൂറ്റാണ്ടാണ്. അപ്പോൾ ഈ 21-ാം നൂറ്റാണ്ട് എന്നു മുതലാണ് ആരംഭിച്ചത്? 2001 ജനുവരി മുതലാണ് 21-ാം നൂറ്റാണ്ട് ആരംഭിച്ചത്. അപ്പോൾ ഒരു നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? 100 വർഷത്തെയാണ് ഒരു നൂറ്റാണ്ട് എന്ന് പറയുക. അതായത് AD 1 മുതൽ 100 വരെയുള്ള വർഷം, അതാണ് ആദ്യത്തെ നൂറ്റാണ്ട് അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. AD 1901 മുതൽ 2000 വരെയുള്ളത് 20-ാം നൂറ്റാണ്ട്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വർഷങ്ങൾ ഏത് നൂറ്റാണ്ടിലാണെന്ന് കണ്ടെത്താനുണ്ട്. അത് AD 2014, അത് 21-ാം നൂറ്റാണ്ടിലാണ്. AD 1947, അത് 20-ാം നൂറ്റാണ്ടാണ്. AD 1857 എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടാണ്. ഇനി BC വരുന്നതോ BC 261 BC, അത് 4th സെഞ്ച്വറിയാണ്, 4ാമത്തെ സെഞ്ച്വറിയാണ്, 4-ാം നൂറ്റാണ്ട്. ഇനി 326 BC ഉണ്ട്, അത് 5th സെഞ്ച്വറി അഥവാ 5-ാം നൂറ്റാണ്ടാണ്.